യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. അപ്പോൾ പിതാവിൻ്റെ അടുക്കലെത്താനുള്ള വഴി, ആ മാർഗം, അതൊരു വ്യക്തിയാണ്. യോഹന്നാൻ അതിനെക്കുറിച്ച് പറഞ്ഞു, പുത്രനുള്ളവന് ജീവനുണ്ട്. ദൈവപുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവനോ ജീവനെ കാണുന്നില്ല. നാം യേശുക്രിസ്തുവിനാൽ ജീവിക്കേണ്ടതിന് ദൈവപുത്രനെ തന്നു. പാപിയായിരുന്ന ഞാൻ, അതിക്രമങ്ങൾക്കും പാപങ്ങൾക്കും അടിമയായിരുന്ന ഞാൻ പുതിയൊരു വഴിയിലൂടെ നടക്കേണ്ടിയിരുന്നില്ല, ഒരു പുതിയ വ്യക്തിയിലേക്ക് കയറുകയാണ്, അല്ലെങ്കിൽ ആ വ്യക്തി എന്നിലേക്ക് വരികയാണ്. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് നടക്കുകയാണ്. അതാണ് വഴി. എന്താണ് സത്യം? ശരി ഏതാണ്, തെറ്റേതാണെന്നുള്ളതിൻ്റെ വിഷയം യേശു പറയുന്നതാണ് സത്യം. അതിനെയാണ് ആത്മാവിലുള്ള നടപ്പെന്ന് പറയുന്നത്. ശരിയും തെറ്റും ഞാൻ തീരുമാനിക്കുകയില്ല, ലോകം തീരുമാനിക്കുകയില്ല, പിശാച് തീരുമാനിക്കുകയില്ല, കർത്താവ് തീരുമാനിക്കും. എത്ര ആശ്വാസമാണ്! അവൻ്റെ കൂടെ നടക്കുന്ന ഒരാളെ അവൻ സത്യത്തിൽ നടത്തും, സകല സത്യത്തിലവൻ നടത്തും. ജീവൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ പ്രയാസമാണെങ്കിൽ ജീവിതം എന്ന് നോക്കിയാലോ? യേശുവാണ് ജീവിതം, വഴിയും സത്യവും ജീവിതവും യേശു തന്നെ. അവൻ നിങ്ങളുടെ കാര്യം നോക്കും, അവൻ നിങ്ങളുടെ സന്തോഷം നോക്കും, അവൻ നിങ്ങളുടെ ഭാവി നോക്കും. ദൈവജീവൻ ഒരു മനുഷ്യനിൽ വന്നാൽ എങ്ങനെ ഇരിക്കുമോ അങ്ങനെ നിങ്ങൾ നടത്തും.